മുഴുവൻ വിവിപാറ്റുകളും എണ്ണാമെന്ന് ഉറപ്പു നൽകാതെ കോഴിക്കോട് വോട്ടെണ്ണൽ നടക്കില്ല എന്ന് കട്ടായം പറയുകയാണ് UDF. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്ന് തെളിവുകൾ സഹിതം UDF പറയുന്നുണ്ട്. അതുകൊണ്ട് വിവിപാറ്റുകൾ പൂർണ്ണമായും എണ്ണി തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് UDF പറയുന്നത്. അതിന് വിവിപാറ്റുകൾ പൂർണ്ണമായും എണ്ണുക എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി എന്നും UDF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ പേരാമ്പ്രയിലെ EVM സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് വോട്ടെണ്ണൽ തടയുമെന്ന് UDF അറിയിച്ചിരിക്കുന്നത്. 13 നിയമസഭാ മണ്ഡലങ്ങളിലെയും മുഴുവൻ വിവിപാറ്റുകളും എണ്ണണമെന്നാണ് UDF നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് പേരാമ്പ്ര, കൊയിലാണ്ടി, കുന്ദമംഗലം, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബാലുശ്ശേരി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തു നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണൽ സമയത്ത് അസ്വാഭാവികത കണ്ടാൽ മുഴുവൻ വിവിപാറ്റുകളും എണ്ണാൻ UDFന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ ആവശ്യപ്പെടുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച വെള്ളിമാട് കുന്ന് JDT ഇസ്ലാമിലെ പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള മെറ്റീരിയൽ റൂം തുറന്നതും കൊയിലാണ്ടി മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ സ്ട്രോങ് റൂമിന്റെ സുരക്ഷാ വലയത്തിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ചതും ദുരൂഹമാണെന്ന് UDF നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കളക്ടറുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കളക്ടറുടെ അനുമതിയില്ലാതെ മെറ്റീരിയൽ റൂം തുറക്കാനാവില്ല. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മെറ്റീരിയൽ റൂം വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിനടുത്ത് സ്ഥാപിച്ചത്. ഇത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ്. അതിന്റെ ഉത്തരവാദിത്തം തന്റെ തലയിൽ വരുന്നതുകൊണ്ടാണ് UDF പരാതി നൽകിയിട്ടും കളക്ടർ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്നും UDF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്ട്രോങ് റൂമിന്റെ സുരക്ഷാ വലയത്തിൽ പ്രവേശിച്ച കൊയിലാണ്ടിയിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് നോട്ടീസ് നൽകിയതല്ലാതെ ഒരു നടപടിയും കളക്ടർ സ്വീകരിച്ചില്ല. പേരാമ്പ്രയിലെ മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിൽ അന്തിമ റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായിട്ടില്ല. കളക്ടർ അട്ടിമറിക്ക് കൂട്ടുനിന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ എന്നിവരും ഈ വിഷയത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണമാറ്റത്തിൽ നിർണായകമാവുന്ന ഫലം വരുന്ന ജില്ല കോഴിക്കോടാണ്. അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ല CPM തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് തെരഞ്ഞെടുത്തത്. ഏപ്രിൽ 20 രാവിലെ 11:15 മുതൽ ഉച്ചയ്ക്ക് 1:50 വരെയുള്ള സമയം എന്താണ് പേരാമ്പ്ര മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂമിൽ നടന്നതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. എല്ലാം ഹാക്ക് ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ്. മെറ്റീരിയൽ റൂമിൽ കയറിയ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും കയ്യിലുള്ള ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യവും UDF പുറത്തുവിടുന്നുണ്ട്. അന്നത്തെ CCTV ദൃശ്യങ്ങളും പുറത്തുവിടണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ജില്ലാ പോലീസ് മേധാവിക്കും മാത്രം അനുമതിയുള്ള സ്ട്രോങ് റൂമിന്റെ സുരക്ഷാ വലയത്തിൽ എന്തിനു വേണ്ടിയാണ് കൊയിലാണ്ടി റിട്ടേണിംഗ് ഓഫീസർ കടന്നതെന്നും വ്യക്തമല്ല. വിവാദമുണ്ടായതിനു ശേഷവും റിട്ടേണിംഗ് ഓഫീസർ അനുമതിയില്ലാത്ത സ്ഥലത്ത് കടന്നത് സംശയകരമാണെന്നും UDF നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. വോട്ടെണ്ണൽ സുതാര്യമാണോ എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടുകൂടിയാണ് വിവിപാറ്റ് എണ്ണണമെന്ന ആവശ്യം ശക്തമായി UDF മുന്നോട്ട് വയ്ക്കുന്നത്. വോട്ടെണ്ണുന്ന ദിവസം വിവിപാറ്റുകൾ പൂർണ്ണമായും എണ്ണാമെന്ന അറിയിപ്പ് കിട്ടുന്നത് വരെ വോട്ടെണ്ണലുമായി സഹകരിക്കില്ല എന്നും UDF കട്ടായം പറയുന്നുമുണ്ട്. ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് പേരാമ്പ്ര. അങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിൽ വോട്ടെണ്ണലിന് ദിവസങ്ങൾക്ക് മുൻപ് അനധികൃതമായ സ്ട്രോങ് റൂം തുറക്കുന്നത് വിവാദം ക്ഷണിച്ചു വരുത്തുന്ന കാര്യമാണെന്ന ബോധ്യം ഭരണാധികാരികൾക്ക് ഉണ്ടാകണമായിരുന്നു. എന്നിട്ടും അത് കണക്കിലെടുക്കാതെ സ്ട്രോങ് റൂം തുറന്നെങ്കിൽ പിന്നീട് UDF മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തരമില്ല എന്നും കമ്മീഷൻ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടും വിവിപാറ്റ് മുഴുവനായും എണ്ണണമെന്ന നിർദ്ദേശം അംഗീകരിക്കാതെ മുന്നോട്ട് ഇല്ല എന്നും UDF കട്ടായം പറയുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് ഫലം മുന്നണികൾ ആരും തന്നെ അംഗീകരിക്കാനുള്ള സാധ്യതകളും വിരളമാണെന്നും കാണാൻ സാധിക്കും. വോട്ടെണ്ണലിൽ അശാസ്ത്രീയത ബോധ്യപ്പെടുത്തുന്ന സാഹചര്യത്തിൽ റീപോളിംഗ് വരെ ആവശ്യപ്പെടാനുള്ള ധാർമ്മികമായ അവകാശം UDFനുണ്ട്. ഇതിനുവേണ്ടി കോടതിയെ സമീപിക്കാൻ പോലുമുള്ള വഴികൾ ഒരുപക്ഷെ മുന്നണികൾ തേടിയേക്കാം എന്നതും പറയുന്നുണ്ട്.